ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉണ്ടെങ്കിലും ഉണ്ടെന്ന് ഇല്ലെങ്കിലും ഇല്ലെന്ന് ഏതെങ്കിലും ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടണ്ടായ മോനെ. എന്ത് ചെയ്യാനാ ഞങ്ങൾ? ആദ്യത്തെ സംഭവമായത് അല്ല, ഞങ്ങൾക്ക് ഒരു വിവരം അറിയത്തില്ല. കോന്നി കൊക്കാത്തോട് കാട്ടാത്തി ഉന്നതിലെ ഊരുമൂപ്പൻ മോഹൻദാസിനെ കാണാതായിട്ട് ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടത് മോഹൻദാസിൻ്റെ ഭാര്യയുടെ പ്രതികരണമാണ്. ആ കുടുംബം ഒന്നടങ്കം വലിയ വിഷമത്തിലാണ്. ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കണമെന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. അദ്ദേഹത്തിൻ്റെ മരുമകളോട് ചേരുകയാണ്. നിങ്ങളുടെ ആവശ്യം എന്താണ്? തിരച്ചിൽ ഊർജിതമാക്കണമെന്നാണ്. മുന്നോട്ട് ഇനിയും ഊർജ്ജമായിട്ട് അച്ഛൻ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയണേ. ഉള്ളിക്കാട്ടിൽ പോയ മനുഷ്യൻ്റെ പിന്നെ എവിടെ പോയി? നമുക്കത് ഇനി അന്വേഷണം മുന്നോട്ട് തന്നെ ഞങ്ങൾക്ക് വേണമെന്നാണ് ഞങ്ങൾ അപേക്ഷ. കാരണം ഞങ്ങൾക്ക് ഇതിന് ഊർജ്ജമായിട്ട് മുന്നോട്ട് പോയേ പറ്റൂ. കാരണം ഇതിങ്ങനെ വിട്ടുകഴിഞ്ഞ് നമ്മളിനി അന്വേഷിച്ചില്ലെന്ന് പറയും. അത് കുറേ നാൾ കഴിയുമ്പോൾ അവർ പറയും അതങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വെക്കും. അങ്ങനെയാണല്ലോ സമൂഹത്തിൻ്റെ മുന്നിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് നമുക്ക് മാനസികമായിട്ട് ഞങ്ങൾ തകർന്ന ഒരു അവസ്ഥയിലാണ്. ഇത് നമുക്ക് അന്വേഷിക്കാനുള്ള മുൻഗണന എല്ലാ ഭാഗത്തുനിന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് നല്ല അന്വേഷണങ്ങൾ ഇനിയും മുന്നോട്ട് തന്നെ വേണമെന്ന്. ഈ അന്വേഷണം പോരാ എന്നൊരു പരാതിയുണ്ടോ? ഇത് ഇങ്ങനെ അന്വേഷിച്ചിട്ട് നമുക്കൊരു ഇതില്ലെന്നുള്ളത് തന്നെ നമ്മളെ മനസ്സിൽ തന്നെ ഉണ്ട്. കാരണം അന്ന് ആദ്യം വന്ന നല്ല അന്വേഷണമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരുമാതിരി ഇടയ്ക്കൊന്ന് വന്നു ഇടയ്ക്കൊന്ന് പോയി. അങ്ങനെയുള്ള നോട്ടത്തിൽ നമുക്കൊരു തെളിവ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. വീട്ടുകാർ മാത്രം എത്രത്തോളം പോയി കിടന്ന് കണ്ടുപിടിക്കാൻ. ഉദ്യോഗസ്ഥരെല്ലാം നമ്മളൊപ്പം തന്നെ നിന്നാലല്ലേ നമുക്കത് ഊർജ്ജമായിട്ട് മുന്നോട്ട് പുള്ളിയൊന്ന് കണ്ടുപിടിക്കാനോ അല്ലാതെ മൃഗം പിടിച്ചതാണെങ്കിൽ എന്തെങ്കിലും ഒരു തെളിവ് ഞങ്ങൾക്ക് കിട്ടണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇനിയും പറയാണ്, നമ്മളങ്ങനെ ഒരു താഴ്ന്ന ജാതിപ്പെട്ടതായതുകൊണ്ടായിരിക്കും ഒരു ഉന്നത കാണിക്കാത്തതെന്ന എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും അത് പറയുന്നത്. നമുക്ക് നന്നായിട്ട് മനസ്സിലായി മകളോട് ഇത്രയ്ക്കുള്ള ഇതേ ഉള്ളൂന്ന്. പാവങ്ങളായതുകൊണ്ട് അവർക്ക് അതിൻ്റെ ആയിട്ടൊരു തെഞ്ഞുമാ ഞങ്ങൾ പൊക്കോളുമല്ലോ. ഇതിന് പിന്നെ ആരും ചോദിക്കാനില്ലല്ലോ. അതാണിപ്പോൾ നമ്മളെ മുന്നോട്ടുള്ളൊരു എൻ്റെ ഒരു മനസ്സിലതാണ്. എന്താണ് മുന്നോട്ടുള്ള നമ്മുടെ ഒരു പ്ലാൻ? അങ്ങനെ സമരം ഒക്കെ ചെയ്യുന്ന ഇങ്ങനെ മാധ്യമങ്ങൾ കൂടെ അറിയാൻ സാധിച്ചു. എന്താണ് അതിൻ്റെ സമരം ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെയെങ്കിലും ഒരു നീതി നമുക്ക് കിട്ടുമല്ലോ, നമ്മളൊപ്പം അവർ കാണുമല്ലോ എന്നുള്ളൊരിതിലാണ്. എവിടെ സമരം ചെയ്യാനാണ് പ്ലാൻ, ഒരു ആലോചന? നമുക്ക് SP ഓഫീസിൽ പോലീസ് സ്റ്റേഷനിൽ മുന്നിലാണ്. ഈ രണ്ടിടത്താണ് ഞങ്ങൾ പ്രതികരിച്ച് വെക്കുന്നത്. എന്തായാലും മകളോട് ചേരുകയാണ്. വലിയ വിഷമമായിരിക്കും. മൂപ്പിനെ കാണാൻ 30 ദിവസമായി. എല്ലാ ദിവസവും ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഈ കാട്ടിലേക്ക് 30 ദിവസം താമസിക്കാനുള്ള ആരോഗ്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, പോകത്തുമില്ല. അച്ഛന് സുഖമില്ലാതെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങും പോകത്തില്ലായിരുന്നു. ഞങ്ങളെ വിട്ടുപിരിഞ്ഞ് എങ്ങും പോകുന്നതല്ല അച്ഛൻ. അന്നൊരു ദിവസം അച്ഛൻ പോയിട്ട് പോലും അച്ഛൻ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല അച്ഛനെ. ഈ കൊച്ചുമക്കൾ എപ്പോഴും അച്ഛൻ്റെ തുണിത്തുമ്പി പിടിച്ചുകൊണ്ട് നടക്കുന്ന കുഞ്ഞുങ്ങൾ, അന്ന് ആ കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞില്ലെന്നുള്ളത് അച്ഛൻ കയറിപ്പോയത്. ദേശത്തെ പൊതുപ്രവർത്തകൻ രഘുവിടെ ചേരുകയാണ്. ചേട്ടാ, നിങ്ങളുടെയൊക്കെ ഒരു ആവശ്യം എന്താണ്? നമ്മുടെ ഈ ഊരിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്ന ഊരുമൂപ്പൻ ഇന്ന് കാണാതായിട്ട് 30 ദിവസം പിന്നിടുകയാണ്. അദ്ദേഹം ഈ മേഖലയിലെ ഒരു തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിൽ ഇടപെടുകയും അതുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടാകുകയും ചെയ്തതാണ് പുള്ളി ഇവിടുന്ന് മിസ്സാകാനുണ്ടായ കാരണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിലും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളെല്ലാം നാട്ടുകാരടക്കം വളരെ സജീവമായ തരത്തിലും ഇടപെടലുമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാലും വേണ്ട രീതിയിൽ അദ്ദേഹത്തെ കണ്ടെത്തുവാനോ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. തീർച്ചയായിട്ടും വലിയ ഒരു അന്വേഷണം തന്നെ ആവശ്യമാണ്. 30 ദിവസത്തിലധികമായി കുടുംബം വലിയ ദുഃഖത്തിലുമാണ്. അവർക്ക് ഉത്തരമാണ് ആവശ്യം. മൂപ്പൻ എന്തു പറ്റി, മൂപ്പൻ എവിടെയാണെന്നുള്ള കാര്യമാണ് അവർക്ക് അറിയേണ്ടത്. ക്യാമറമാൻ അഖിലേഷ് കുടുംബത്തോടൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.